സേവ് ഇന്ത്യൻ ഫാമിലി എന്ന കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് റാലിയുടെ വിജയത്തിനായി ഒന്നിച്ചത്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മിക്ക നിയമങ്ങളും സ്ത്രീകൾക്ക് ദുരുപയോഗം ചെയ്യാവുന്ന രീതിയിലാണെന്നും നിലവിലെ ഹിന്ദു വിവാഹ നിയമത്തിൽ ഈ അവസ്ഥ കൂടുതൽ രൂക്ഷമാക്കുന്ന വകുപ്പുകൾ കൂട്ടിച്ചേർക്കാനാണ് ശ്രമിക്കുന്നതെന്നും സമിതി ആരോപിക്കുന്നു. ഹിന്ദു മാരേജ് ആക്ടിൽ പല അമെൻമെൻറ്റുകളും വരുത്തുവാൻ കേന്ദ്ര ഗവൺമെൻറ് സ്വാധീനം ചെലുത്തുകയും അവ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു സ്ഥിതി എത്തിയിരിക്കുകയാണ്. ഈ നിയമത്തിൻ്റെ പ്രത്യേകിച്ച് ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ കൊണ്ടുവരുവാനുള്ള ഉദ്ദേശം കൂടി ഈ മഹാറാലിക്കുണ്ട്. ഇതിൽ ഞങ്ങൾ അറിയുന്നിടത്തോളം, ഞങ്ങൾക്ക് മനസ്സിലായിടത്തോളം ഈ നിയമത്തിൻ്റെ ഒരു വ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന് കിട്ടിയിരിക്കുന്ന പൂർവികമായ സ്വത്തോ കിട്ടാൻ പോകുന്ന പൂർവിക സ്വത്തോ അതിൻ്റെ 50% വിവാഹമോചനം സമ്പാദിക്കുന്ന ഭാര്യയ്ക്ക് നൽകേണ്ടി വരും എന്ന ഒരു വ്യവസ്ഥയാണ്. ഇത് നമ്മളുടേതായ ചിന്താഗതിയിൽ ആലോചിക്കുകയാണെങ്കിൽ ഇത് വെറും ഒരു സ്ത്രീ ശാക്തീകരണമല്ല, സ്ത്രീയെ മോഹിപ്പിച്ച് പണക്കൊതിയന്മാരാക്കി മാറ്റുന്ന ഒരു വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥ ഇപ്പോൾ തടഞ്ഞില്ലെങ്കിൽ, ഈ നിയമത്തെ ഇപ്പോൾ നമ്മൾ തടഞ്ഞില്ലെങ്കിൽ ഈ നിയമം ദുരുപയോഗം ചെയ്ത് പല പുരുഷന്മാരും ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ലിംഗപരമായ ഈ വിവേചനത്തിനെതിരായാണ് പുരുഷാവകാശ സംരക്ഷണ സമിതി മഹാറാലി സംഘടിപ്പിച്ചത്. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെ മാത്രമാണ് തങ്ങൾ എതിർക്കുന്നതെന്ന് സമിതി സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് വിൻസെന്റ് ചിറയൻ. കഴിഞ്ഞ 2 ദശവത്സരങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് സ്ത്രീ സംരക്ഷണങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പല നിയമങ്ങളും, പ്രത്യേകിച്ച് IPC സെക്ഷൻ 498A, അതേമാതിരി 2005 ഉണ്ടാക്കിയ സ്ത്രീ പ്രൊട്ടക്ഷൻ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതും വ്യാപകമായി ദുരുപയോഗം ചെയ്തു വരുന്നു എന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ 2 നിയമങ്ങളുടെ ദുരുപയോഗം തടയാനും ഈ 2 നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാനാണ് ഈ റാലി കൊണ്ട് പുരുഷാവകാശ സംരക്ഷണ സമിതി ഉദ്ദേശിക്കുന്നത്. ഇത്തരം സമീപനം നിരവധി കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഓരോ ദിവസവും 20 പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും പറയും ഇത് കാർഷികത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള കടബാധ്യതകളുടെ ഭാഗമായിട്ടായിരിക്കും ഈ ആത്മഹത്യ എന്ന് വെച്ചാൽ അത് ശരിയല്ല. അതൊരു സിറ്റുവേഷനാണ്. ഇതിൻ്റെ മിക്ക പങ്കും കുടുംബങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അസ്വസ്ഥതയും അതിൻ്റെതായ ഫലമായി വരുന്ന ഇതിൻ്റെയും ആണെന്ന് ഞങ്ങളുടെ കുറച്ചു കാലത്തിൻ്റെ റിസർച്ചിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ജനതയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പോകുന്ന ഒരവസ്ഥ. ഈ റാലി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. മഹാറാലിയുടെ പ്രചരണാർത്ഥം നടന്ന 1ാം ഘട്ട പ്രചരണ ജാഥയുടെ ഫ്ലാഗ് ഓഫ് ജൂലൈ 13 കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വെച്ച് മുൻ മേയറും TUDA ചെയർമാനുമായ K. രാധാകൃഷ്ണൻ നിർവഹിച്ചു. ശ്രീ ഗോകുലും ശ്രീ കൃഷ്ണകുമാറും ഒക്കെ നടത്തുന്ന ഇന്ത്യ മുഴുവൻ കാണുകയും തങ്ങൾക്ക് ന്യായമായി തോന്നുന്ന അവകാശങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന നടത്തുന്ന ഒരു വലിയ സംരംഭത്തിന്റെ തുടക്കം ഈ മാസം 28-ാം തീയതി ആരംഭിക്കുകയാണ്. തീർച്ചയായും ഗൂഗിളുമൊക്കെ വെച്ചിരിക്കുന്ന മുദ്രാവാക്യം സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് നിയമങ്ങൾ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ അപ്പോൾ കഷ്ടപ്പെടുന്ന പുരുഷന്മാരും ആ വിഭാഗത്തിലുണ്ട്. ആ പുരുഷന്മാരുടെ കാര്യത്തിലും ഒരു നിയമം അതേപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാവുന്ന അതേപോലെയുള്ള നിയമങ്ങൾ പുരുഷന്മാർക്കും വേണമെന്നുള്ള ഒരു ന്യായമായ അവകാശം വെച്ചുകൊണ്ടാണ് അവർ ഇന്ത്യ ഒട്ടാകെ ചുറ്റിത്തിരിഞ്ഞ് അവർ ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പലപ്പോഴും നിയമങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരേപോലെ നിയമം ഉണ്ടാവണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ത്യയിൽ മാത്രമായിക്കൊണ്ട് പല നിയമങ്ങളും പുരുഷന്മാരുടെ കാര്യത്തിൽ അവരെ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് അവർക്ക് അനുഭവപ്പെടുകയും അവർ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രചരണ പരിപാടി ആസൂത്രണം ചെയ്യും. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രകൃതിയും ജനങ്ങളെയും കൂട്ടായ്മയെ സംരക്ഷിക്കണം. പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥകളെല്ലാം രാജ്യത്ത് നിലനിന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് നിലനിന്നു. ആ നിന്ന് കൂട്ടായ്മ ഇന്ന് സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ കുടുംബങ്ങളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അതല്ല, പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥകൾ വന്നുകൊണ്ട് ഒരു കൂട്ടായ്മ നമ്മുടെ
കുടുംബങ്ങളിൽ ഉണ്ടാകണം എന്ന ആഗ്രഹം വെച്ചുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു സൈക്കിൾ റാലി നടത്തുന്നത്. സമിതി പ്രസിഡന്റ് സിസി ആന്റണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോയ് എം മണ്ണൂർ ആശംസകൾ അർപ്പിച്ചു. നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ മഹത്വം ഉയർത്തിക്കാട്ടുന്നതോടൊപ്പം ലിംഗ വിവേചനത്തിന്റെ പേരിൽ ആരെയെങ്കിലും ദ്രോഹിക്കുന്ന കരിനിയമം നമ്മുടെ ഭരണഘടനയിലും അതുപോലെ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതിനാവശ്യമായ ഭേദഗതികൾ വരുത്തുകയും തുല്യ നിയമവും തുല്യനീതിയിൽ ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിയണം എന്നുള്ള അഭേദ്യമായ ആഗ്രഹവുമായിട്ടാണ് ഇവർ ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അതോടൊപ്പം തന്നെ സമാന ചിന്താഗതിക്കാരായ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മകളും ഇവരുടെ റാലിയുടെ ലക്ഷ്യമാണ്. മഹാറാലിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സെക്രട്ടറി PR ഗൂഗിൾ വിശദീകരിച്ചു. എല്ലാ നല്ല സംഘടനകളെയും കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ഒരു റാലിയാണ്. 4,500 കിലോമീറ്റർ പോകുമ്പോൾ വഴിയിൽ ഉടനീളം സന്നദ്ധ സംഘടനകളുടെ യോഗങ്ങളും അവരെ പരിചയപ്പെടാൻ ഉള്ള അവസരങ്ങളും നാട്ടുകാരെ പരിചയപ്പെടാനുള്ള അവസരങ്ങളും അവരുടെ പ്രശ്നങ്ങൾ അറിയാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉള്ള സന്നദ്ധ സംഘടനകൾക്ക് അത് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ ഒരു നല്ലത് മാറ്റം ഈ രണ്ട് സംഭവങ്ങൾ ഓർത്തിണക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ്. പിന്നെ ഇത് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി ഞങ്ങൾ വേറെ ഒരു സ്ഥലവും എടുക്കാത്തതിൻ്റെ കാരണം നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് തൃശ്ശൂരുകാർ തുടങ്ങേണ്ടത്. എറണാകുളവും തിരുവനന്തപുരവും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളാണ്. തലസ്ഥാനമായതുകൊണ്ടും ടൂറിസ്റ്റ് ക്യാപിറ്റൽ ആയതുകൊണ്ടും ഒക്കെ എറണാകുളവും തിരുവനന്തപുരവും ഒക്കെ തിരഞ്ഞെടുക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങുന്നു. കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, നാഗ്പൂർ, ഡൽഹി, ചണ്ഡീഗഡ്, മനാലി, അത് കഴിഞ്ഞ് മനാലി കഴിഞ്ഞ് ഹിമാലയമാണ്. 4,000 കിലോമീറ്റർ മനാലി വരെ ഉണ്ട്. ഒരു 475 കിലോമീറ്റർ മനാലി തൊട്ട് ലേ വരെ. ലേയിൽ ജമ്മു കാശ്മീരിലെ ലേയിൽ ഖാർദൂംഗ്ല എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മോട്ടറബിൾ റോഡ് മോട്ടോർ വാഹന സഞ്ചാരയോഗ്യമായ റോഡിലാണ് ഞങ്ങൾ അത് ഫിനിഷ് ചെയ്യുന്നത്. പ്രചരണ ജാഥ നഗരം ചുറ്റി ശക്തൻ സ്റ്റാൻഡിൽ സമാപിച്ചു.